Hi guys, welcome to Joy Stories. So today is Onam celebration. So ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. എന്നിട്ട് ഇപ്പം Yeah, you might have seen our Onam, shopping vlog. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ പൂക്കളമൊക്കെ ഇട്ട്. This is our humble പൂക്കളം. yes, it is very simple and humble. Now we got to get ready. Yes guys, so എല്ലാവർക്കും ഓണം ആശംസകൾ വിഷ് ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക കമൻസിൽ. ഓക്കെ, So നമ്മൾ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ദാണ്ട ഗൈസ് ഞങ്ങളുടെ ഓണം ഡ്രസ്. പക്ഷെ എൻ്റെ മുണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. സോ നമ്മൾ ചെറുതായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആൻഡ് വി തോട്ട് ഓഫ് ലൈക്ക് ഡോക്യുമെന്റിങ് ഇറ്റ്, റെക്കോർഡിംഗ്. It's just a one day thing. നമുക്ക് ഇവിടെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ്. സദ്യ ഒന്നുമില്ല, മോസ്റ്റ്ലി ഇറ്റ് ഇസ് എ നോൺ വെജ് സദ്യ. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദ മാറ്റർ ഓഫ് ലൈക്ക് സെലിബ്രേറ്റിംഗ് ദ മൊമെന്റ്, റൈറ്റ്? അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ വീൽ വാക്കിംഗ് ത്രൂ. നമ്മളിപ്പോൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് ഇലയിടാൻ പോവാ. സോ നമ്മൾ കാണിച്ചു തരാം. സോ അതൊക്കെയാണ് ഗൈസ്. മമ്മി എന്തോ എടുക്കുക? മമ്മി ചോറ് എടുത്തോണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ പായസം, അടയാണ്. നമ്മൾ ഇച്ചിരി ആൾക്കാരുള്ളതുകൊണ്ട് ഇത്രയും പായസത്തിന്. സോ അതൊക്കെയാണ്. പിന്നെ ശ്യാമയുടെ കാര്യം, അവൾക്ക് ലീവ് കിട്ടിയില്ല. അവള് ഹോസ്റ്റലിലാണ്, അവൾക്ക് വരാൻ പറ്റിയില്ല ഇവിടെ. പിന്നെ ഓണം ഒരു നാഷണൽ ഇവന്റ് അല്ലല്ലോ, അതുകൊണ്ട് അവധിയൊന്നും കിട്ടിയില്ല. അതാണ് അവളില്ലാത്തത്. അതൊക്കെയാണ് കാര്യങ്ങള്. മമ്മി ചോറെടുത്ത് കഴിഞ്ഞോ? പിന്നെന്താണ്, മമ്മി സാരി ഉടുക്കാൻ എന്താന്ന് വെച്ചാൽ മമ്മിക്ക് സാരി ഉടുക്കുന്ന ഇഷ്ടമല്ല ഗൈസ്. നിങ്ങൾ പറയൂ മമ്മിയോട് സാരി ഉടുക്കാൻ. ശരി, ചോറ് കൊണ്ടുപോകും. ഞങ്ങളുടെ കല്യാണത്തിന് പോലും മമ്മി ചുരിദാർ ഇട്ടാണ് വന്നത്. അല്ലേ മമ്മി? മമ്മി കല്യാണത്തിന് പോലും മമ്മി ചുരിദാർ ഇട്ടാണ് വന്നത്. അത് മമ്മിക്ക് സാരി ഉടുക്കുന്ന ഇഷ്ടമല്ല, അതാണ് മമ്മി സാരി ഉടുക്കുന്നത്. ഞാൻ സാരിയൊക്കെ മമ്മിക്ക് കൊണ്ടുവന്നതാ, പക്ഷെ മമ്മി ഉടുത്തില്ല. പിന്നെ എന്നാ, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ എന്താണ് കറികളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ് ഗൈസ്, ഒത്തിരി കറിയൊന്നുമില്ല, ജസ്റ്റ് ചെറിയ കുറച്ച് കറികൾ. ഇലയൊക്കെ കൊണ്ടുവന്നു. ഇലയാണെന്ന് തോന്നുന്നു ഹൈലൈറ്റ് അല്ലേ? സോ നമുക്ക് എന്തായിരുന്നു അത്, മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി, പിന്നെ 2 കൂട്ടം അച്ചാറുണ്ട്, പപ്പടം, പിന്നെ ഇഞ്ചിപ്പുളി, സാമ്പാർ, ചിക്കൻ വറുത്തത്, പിന്നെന്താണ് നമ്മുടെ ഇതൊരു തോരൻ, പിന്നെ ബീഫ്, മോര്, പിന്നെ ഉപ്പേരി. ഇതൊക്കെയാണ്. ചോറ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്ലേറ്റിംഗ് ഒക്കെ ഗൈസ്? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്തോ നിങ്ങളുടെ വീടുകളിൽ?
എന്തൊക്കെയാണ് കഥകൾ പറയൂ. എല്ലാം കമന്റ്സിൽ അറിയിക്കാം. പിന്നെ മമ്മിയുണ്ട്, ഷോൺ ഉണ്ട്. ഷോൺ പുറത്ത് പോയേക്കുക. ഷോൺ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. മമ്മിയും സെറ്റായിട്ടിരിക്കേണ്ട. മമ്മിയാണ് ഇഞ്ചിപ്പുളിയൊക്കെ വെച്ചത്. എൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിവിടെ അത്തപ്പൂ ഇട്ടു എന്നുള്ളതാണ്. പിന്നെ പായസമുണ്ട്. ആ പായസം ഞാൻ വെക്കാമെന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് പറ്റിയില്ല. കാരണം ഭയങ്കര ഓട്ടം ആയിപ്പോയി ലാസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ എന്നതാ, സോ നമ്മൾ വിളമ്പി തുടങ്ങാൻ പോവാണ് ഗൈസ്. നമുക്ക് ഇലയുടെ വാലും മുറിയൊക്കെ കിട്ടിയിട്ടുള്ളത്, ബട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത് ഇതാണ് അല്ലേ. അല്ല, ആദ്യം ചോറല്ലോ വീട്ടിലൊക്കെ ഇടുന്ന പോലെ ആയിപ്പോയി. ഉപ്പിട്ടല്ലേ തുടങ്ങണേ, കറിയൊക്കെ ഇട്ട് അവസാനമല്ലേ ചോറിടുന്നേ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ഉള്ളതുകൊണ്ട് പിന്നെന്താ നമുക്ക് ഇപ്പം എന്താ വരുന്നത്? ഇലക്കറി, ഇലത്തോരൻ ആണ് ഇത്. ബീഫ്, പിന്നെ അത് ലാസ്റ്റ് അല്ലേ. ഇതാണ് ഓണത്തിന് റെപ്രസെന്റ് ചെയ്യാൻ ഞങ്ങളുടെ ഹൈലൈറ്റ്, ഇഞ്ചിപ്പുളി. പിന്നെ ഇത് ചിക്കൻ, പിന്നെ എന്നാ പപ്പടമാണ്. പപ്പടം ലാസ്റ്റ് അല്ലേ. ചോറ് വേണം. ഒരു സെക്കൻഡ് ഇപ്പം വരാം. ചാറിന് സ്പൂണില്ലല്ലേ? Guys, that is a prawns pickle. എനിക്ക് തന്നെ പണി. ഇനി നമുക്ക് സാമ്പാറുണ്ട്, എരിശ്ശേരിയുണ്ട്, മോരുമുണ്ട്. 3 കൂട്ടം ഒഴിച്ചുകറിയുമുണ്ട്. അതേതാ? Prawns. ഇത് പ്രോൺസ് അച്ചാറാണ്. ലേബിൾ പഠിക്കും. ജ്യോതിസ് പ്രോൺസ്. പ്രോൺസ് കാണുന്നില്ല, ഇവർ അരച്ച് ചേർത്തതാണ്. ആയിരിക്കും. പിന്നെ ഇനി മോരും. ശരി, ഇഷ്ടമുള്ളവർക്ക് കിട്ടോ. ആണ്ടാ, അത് ഓപ്പൺ ചെയ്തേ. അച്ചാർ ഓപ്പൺ ചെയ്തേ. അവിടെ ആ ഒരു സ്പൂണിനെടുത്ത്. എന്താ ചോടെ? ഇല്ലടോ, അങ്ങനെ തന്നെ. ഓക്കെ, അവസാനം ഒരു പഴം കൂടെ. പഴമുണ്ട്, പായസം 10 ആക്കില്ലല്ലേ. സോ ഇതാണ് നമ്മുടെ വിഭവങ്ങൾ. യെസ് ഗൈസ്, കണ്ടോ. അതതിന്റെ ഷേപ്പ് കാണുമ്പോ ഞാൻ വിരമിച്ചത്. മോര് ഇവിടെ താല്പര്യപൂർവ്വം ആൾക്കാർ മനസ്സിലാക്കാം. സോ നമ്മൾ കഴിച്ചു തുടങ്ങാണ്. നമ്മുടെ കറക്റ്റ് ഓണത്തിന്റെ ഓണം ഉണ്ണുന്നത് ഷോണാണ്.
ഞാൻ എടുത്തത് വിടും. മമ്മി അടുത്തത് കൊണ്ടുവന്നു. അതൊന്നും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട് പായസം. സോ അടപ്രഥമൻ, പായസം, പിന്നെ പഴം. വേണ്ട. മമ്മി കഴിച്ചു കഴിഞ്ഞു. മമ്മി ഈസ് എ ഫാസ്റ്റ് ഈറ്റർ. പ്ലസ് മമ്മി ഒരു പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള വലിപ്പത്തിലുള്ളത് മമ്മി കഴിക്കും. നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ആയി. ഷെയ്ന രണ്ടാമത്തെ റൗണ്ടാണ്. ഞാനും ഫസ്റ്റ് റൗണ്ടാണ്. മത്തങ്ങ വാസ് സോ നൈസ്. മത്തങ്ങ നല്ലതായിരുന്നു, ഇഞ്ചിപ്പുളി നല്ലതായിരുന്നു, എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ അല്ല എടുക്കണേ. അയ്യോ മമ്മി ഞാനല്ലേ. മതി. മറന്നുപോയോ? എനിക്ക് ഇച്ചിരി എരിശ്ശേരി തരുമോ? ചരട്ടെ പിന്നെയാണോ ഉപ്പേരി ചോറിന് പിന്നെ കഴിക്കുമെന്നോ? യെസ്, ഫണ്ണി പീപ്പിൾ. ഇതും ഇന്ത്യൻ മതി. പൊളിയാണ്. കുറെ നേരമായിട്ട് சாப்பிடுங்க எப்படி இருக்கு? நல்லா இருக்கா? കൊതി വിടുന്നുണ്ട്. കൊതിയൻ ഒഴിച്ചു കഴിക്കാൻ അറിയാത്തതല്ല. അല്ല എനിക്കറിയാം, പക്ഷെ ഞാൻ പഴം അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആയിട്ടില്ലടി. അതുകൊണ്ടാണ് പഴം അങ്ങോട്ട് ഇതായിട്ടില്ലടാ. എന്ത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് പഴുത്ത് വന്നിട്ടില്ല. അതാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ പഴവും പപ്പടം. നമുക്ക് പണം എന്തിനാണ്? തിന്നാൻ, നല്ലോണം രസിച്ച് സൂചിച്ച് തിന്നാൻ, അല്ലാതെ താജ്മഹാൽ പണിയാനൊന്നുമല്ല. പായസം കൂടെ കൂട്ടി പിടിക്കണോ? പപ്പടവും പായസം. ശരി, അതെന്താ പപ്പടം ഉണ്ടോ? നിർത്തേക്കോ, ഒരു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. അയ്യോ ഞാൻ അപ്പുറമാണോ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ അതിനകത്ത് നിറഞ്ഞു നിൽക്കുവാണോ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് പറയൂ. നല്ല കാച്ചാണല്ലോ. ഇന്നത് നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. ഇത്ര ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു സദ്യ ഇനി വേണ്ട. ഒന്നതരമായിരിക്കും. വെറുതെ പറയണമെന്നായിരിക്കും. വണ്ടർഫുൾ. നോൺ വെജ് ഒക്കെ വെച്ച് പായസം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പൂക്കളം എങ്ങനെയുണ്ട്? അത്രയ്ക്ക് വേണ്ട. തള്ളി എന്തൊരു തള്ളാണോ. അതാണ് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഷെയ്നെ വിളിച്ചിട്ട് അവിടുന്ന് ഭയങ്കര ബിസി ആയിട്ടിരുന്ന് വിളി കേൾക്കുന്ന. അല്ല, അരിഞ്ഞത് ചെയ്യണ റോസാപ്പൂവും പിന്നെ കാർണേഷൻ. അത് ഇതാ ഈ പൂ കാർണേഷൻ എന്ന് പറഞ്ഞ പൂവാണ്. പിന്നെ ആണ് അത് റോസാപ്പൂവാ, ഇത് കാർണേഷനാ. അതിങ്ങനെ പിച്ചി ഇട്ടേക്കുന്നയാ. പിന്നെ മറ്റേ പിങ്ക് വെൽസ് ഫാർഗോന്റെ ഫ്രണ്ട് കേൾക്കുന്ന പോവാ. വെൽസ് ഫാർഗോ ബെൽസ് മാർക്കറ്റ്. അതെ.
പിന്നെ ആ പച്ച കളർ അപ്പുറത്തെ അമ്മച്ചിയുടെ വീട്ടിലെ ഇലയാ. രാത്രി അവര് വന്ന് കൊട്ടിയാ നിങ്ങക്ക് മനസ്സിലായിരുന്നു, മിക്കവാറും എന്നെ പിടിക്കാനായിരിക്കും. കലിപ്പൊക്കെ. സോ ഗൈസ്, നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിങ് എടുത്തിട്ടില്ല. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ ആൻഡ് എല്ലാവരുടെയും ഓണം ഒക്കെ അടിപൊളിയായിരുന്നു. ഈ കൊല്ലത്തെ ഓണം അടിപൊളിയായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു കുട്ടി ഓണമായിരുന്നു അത്, ഓണം സെലിബ്രേഷൻ ആയിരുന്നു അത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ദിസ് ഇസ് ജോർജ് സ്റ്റോറീസ് സൈനിങ് ഓഫ്. ബൈ.